നമസ്കാരം ഫ്രണ്ട്സ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് ഏതാണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. നമുക്കറിയാമല്ലേ, V1, V2, V3. റൈറ്റ്, wrote, written. Go, went, gone. Eat, ate, eaten. Complete, completed, completed. Do, did, done. അപ്പോൾ നമ്മൾക്ക് ഇതിൽ V3 ഫോംസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് written, gone, eaten, completed and done. ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം. നമ്മൾ സിംഗുലർ സബ്ജക്ട്സ് ഉപയോഗിക്കുമ്പോൾ ഹാസും, അതായത് ഏകവചനം വരുമ്പോൾ ഹാസും, ബഹുവചനം വരുമ്പോഴും ഐ, യു, വി ഇവ വരുമ്പോഴും നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? ഹാവ്. സോ ലെറ്റ്സ് ബിഗിൻ അവർ എക്സസൈസ് നൗ. സീ ഹിയർ. ഡാഷ് യു സീൻ താജ്മഹൽ ബിഫോർ? നിങ്ങൾ താജ്മഹൽ മുൻപ് കണ്ടിട്ടുണ്ടോ? ഇവിടെ 3 ഓക്സിലറി വെർബ്സ് കൊടുത്തിട്ടുണ്ട്. ഹാസ്, ഹാവ് ഓർ ഹാഡ്. നമുക്കറിയാമല്ലേ, യു സബ്ജക്റ്റ്. ഇവിടെ ഏതാണ് സബ്ജക്റ്റ്? യു ആണല്ലേ. അപ്പോൾ യു സബ്ജക്റ്റ് വരുമ്പോൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഹാവ്. വൈ? നമ്മളിപ്പോൾ തന്നെ കണ്ടിട്ടുണ്ട്, സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോഴും ഐ, യു, വി ഇവ വരുമ്പോഴും നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? ഹാവ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാത്? ഹാവ് യു സീൻ താജ്മഹൽ ബിഫോർ? നിങ്ങൾ താജ്മഹൽ മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പം യുവിൻ്റെ കൂടെ നമ്മൾ ഏതാ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഹാവ്. ലെറ്റ്സ് സീ അനദർ വൺ. ഹാവ് യു ഡാഷ് യുവർ ഹോംവർക്ക്? കംപ്ലീറ്റ് ഓർ കംപ്ലീറ്റഡ്? നിന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പം നമുക്കിതിൽ ഏതാ ഉപയോഗിക്കേണ്ടത്? V3 ഫോർമാറ്റ് ഏതാണ്? കംപ്ലീറ്റഡ് അല്ലേ. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്. ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? നിന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ V3 ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. സോ കംപ്ലീറ്റിൻ്റെ V3 കംപ്ലീറ്റഡ്. സോ ഇറ്റ് ഷുഡ് ബി ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? നിങ്ങൾ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ലെറ്റ്സ് സീ അനദർ വൺ. ഡാഷ് ഷീ ലോക്ക്ഡ് ദ ഡോർ? അവൾ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ? അവൾ ഡോർ ലോക്ക് ചെയ്തിരുന്നോ? ഹാസ് ഓർ ഹാവ്? ഇവിടെ സബ്ജക്റ്റ് ഷീ ആണല്ലേ. അപ്പോൾ ഏതാ വരിക? ഹാസ് ഓർ ഹാവ്? നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലേ. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ, അതായത് ഏകവചനം ആവുമ്പോൾ, അതായത് ഹി, ഷീ, ഇറ്റ് ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? ഹാസ് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കണം ഇത്? ഇറ്റ് ഷുഡ് ബി ഹാസ് ഷീ ലോക്ക്ഡ് ദ ഡോർ? ഹാസ് ഷീ ലോക്ക്ഡ് ദ ഡോർ? അവൾ ഡോർ ലോക്ക് ചെയ്തിരുന്നു. ഹാസ് ഷീ ലോക്ക്ഡ് ദ ഡോർ? ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. ഹാവ് യു ഡാഷ് ദ ഫീ? നിങ്ങൾ ഫീ കൊടുത്തോ? നിങ്ങൾ ഫീ കൊടുത്തിട്ടുണ്ടോ? പേ ഓർ പെയ്ഡ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണമല്ലേ, വെബിൻ്റെ ഏത് ഫോർമാറ്റാണ് യൂസ് ചെയ്യേണ്ടത്? V3. സോ പേ ഈസ് V1, പെയ്ഡ് ഈസ് V2, ഈവൻ പെയ്ഡ് ഈസ് V3. അതായത് V2ഉം V3യും ഇവിടെ പെയ്ഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്ങനെ എഴുതാം? നമുക്കിതെങ്ങനെ എഴുതാം? ഹാവ് യു പെയ്ഡ് ദ ഫീ? നിങ്ങൾ ഫീ കൊടുത്തിരുന്നോ? നിങ്ങൾ ഫീ കൊടുത്തിട്ടുണ്ടോ? ഹാവ് യു പെയ്ഡ് ദ ഫീ? ലെറ്റ്സ് സീ അനദർ വൺ. ഹാവ് യു എവർ ഡാഷ് ദം ബിഫോർ? നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ കണ്ടിട്ടുണ്ടോ? സീ ഓർ സീൻ? നമുക്കിവിടെയും V1, V2, V3 ഫോം മനസ്സിലാക്കണം അല്ലേ. സീ എന്നുള്ളത് V1, സോ എന്നുള്ളത് V2, സീൻ എന്നുള്ളത് V3. സോ ഹൗ വി ക്യാൻ റൈറ്റ് ഇറ്റ്? ഹാവ് യു എവർ സീൻ ദം ബിഫോർ? നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ കണ്ടിട്ടുണ്ടോ? സോ ഇറ്റ് ഷുഡ് ബി ഹാവ് യു എവർ സീൻ ദം ബിഫോർ? സോ സീൻ എന്നുള്ളത് V3 ആണ്. അപ്പോൾ നമ്മൾക്ക് ഹാവ്, ഹാസിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? V3. ലെറ്റ്സ് സീ അനദർ വൺ. ഹാവ് യു ഡാഷ്? നീ അവളെ കണ്ടിട്ടുണ്ടോ? See V1, so V2, seen V3. So it should be have you seen her? നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടോ? ഓ, നീ അവളെ കണ്ടിട്ടുണ്ടോ? Let's see another one. Dash you bought my gift? നീ എൻ്റെ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടോ? Has, have, had ഏതാണ് യൂസ് ചെയ്യുക? ഇവിടെ സബ്ജക്റ്റ് യു ആണല്ലേ. സോ യുവിൻ്റെ കൂടെ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? have. So it should be have you brought or have you bought my gift? നിങ്ങൾ എൻ്റെ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടോ?
ബൈ വാങ്ങുക, ബോട്ട് വാങ്ങി. സോ ഹാവ് യു ബോട്ട് മൈ ഗിഫ്റ്റ്? നിങ്ങൾ എൻ്റെ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടോ? അടുത്തത് ഹാവ് യു ഡാഷ് മൈ ഹൗസ്? പെയിന്റ് ഓർ പെയിന്റഡ്? നിങ്ങൾ എൻ്റെ വീട് പെയിന്റ് ചെയ്തിട്ടുണ്ടോ? സോ ഏതാണ് V3 ഫോർമാറ്റ്? പെയിന്റ് എന്ന് പറഞ്ഞാൽ V1, പെയിന്റഡ് എന്ന് പറഞ്ഞാൽ V2, ഈവൻ V3യും പെയിന്റഡ് തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹാവ് യു പെയിന്റഡ് മൈ ഹൗസ്? നിങ്ങൾ എൻ്റെ വീട് പെയിന്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ വീട് പെയിന്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാമെന്ന്, ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫോം ആകുമെന്ന്, ക്രിയേറ്റ് ആകുമെന്ന് ഒരു പരിധിവരെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. So let's see tomorrow with another video. Thank you.